അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കലണ്ടർ ക്യൂബ് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ അൺബോക്സിങ് ചെയ്തിരുന്നു. ഇത് ക്യൂബില്ലോ സൈറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. ഇതിന്റെ ഒരു എംബ്ലം നമ്മളെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്. സൈറ്റിൽ നിന്ന് വാങ്ങിച്ച ക്യൂബാണ്. ഒരു 600 രൂപ റേഞ്ച് വരുന്നുണ്ട്. ക്വാളിറ്റി കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പം നമ്മൾ ഇതിൽ മന്ത് ഡേറ്റും നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് സോൾവിങ് വീഡിയോ ആണ്. അപ്പോൾ കലണ്ടർ ക്യൂബ് സോൾവ് ചെയ്യുന്ന വീഡിയോയിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, ഇതിൽ ഫസ്റ്റ് ലെയറിൽ വരുന്നത് നിങ്ങളെ വീക്കാണ്. അതായത് മൺഡേ, ട്യൂസ്ഡേ, വെഡ്നസ്ഡേ അതാണ് വരിക. പിന്നെ ഇതിൽ മന്തിന്റെ ഫുൾ പേര് വരില്ല. നവംബർ, ഡിസംബർ, അതേപോലെ 3 ആൽഫബറ്റോ വരുള്ളൂ. 1, 2, 3 ആയിട്ട്. പിന്നെ ഇതിൽ ഡേറ്റും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 13 എന്ന് പറഞ്ഞാൽ 13, 14 അങ്ങനെ ആ ഒരു ഡേറ്റ് രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമുക്ക് ഏത് വേണമെങ്കിലും, ഏത് ഡേറ്റ് വേണമെങ്കിലും നമ്മളെ ക്യൂബ് 3x3 ക്യൂബ് സോൾവ് ചെയ്യുന്നവർക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഡേറ്റ് വരുന്നത്, നമ്മൾ ഇപ്പം സോൾവ് ചെയ്യുന്നത് നവംബർ 25 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നവംബർ 25 നമ്മൾ നോക്കുന്നത് 2025 നവംബർ 25 എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ ആണ്. അപ്പോൾ താഴത്തെ ലെയറിൽ നമുക്ക് വേണ്ടത് 25 ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പം 2 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 2 ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ 25 ആണ് വേണ്ടത്. അപ്പം നമുക്ക് ഈ സൈഡിൽ 25 ഇവിടെ, അതായത് ഇവിടെ 5 വരുത്തണം. അപ്പം 5 തൊട്ട് മുകളിൽ ഇവിടെ മുകളിലുണ്ട്. ഇപ്പോൾ ഇവിടെ 25 നമ്മൾ സെറ്റ് ചെയ്തു. 25. ഓക്കെ, അതിനുശേഷം ഇവിടെ നവംബർ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ എന്നുള്ള രീതിയിൽ നമുക്ക് സോൾവ് ചെയ്ത് വരണം. ഇനി നമുക്ക് നവംബറിൻ്റെ NOV ആണ് വരുന്നത്. O നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് O ഇവിടെ മുകളിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ സോൾവ് ചെയ്ത പീസുകളൊക്കെ മുകളിലേക്ക് കൊണ്ടുവരേണ്ടി വരും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ O വന്ന് നമുക്ക് NOV, ഈ N ഇവിടെ നമുക്ക് വരണം. ഇവിടെ N ആണ് വരേണ്ടത്. പക്ഷെ നമുക്ക് N ഇവിടെ കിട്ടിയത്. വേറെ N ഇവിടെ ഉണ്ടോ നോക്കുകയാണെങ്കിൽ ആകെ ഒരു N ഉണ്ടാവുള്ളൂ. അപ്പോൾ NO നമുക്കിത് ഇതിങ്ങനെ തിരിച്ചും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്നത് ട്വിസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് അവിടെ എത്തും. ഓക്കെ, അപ്പോൾ 25 NO. ഓക്കെ, നവംബർ V ആണ് ഇവിടെ വരേണ്ടത്. V നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. V ഇവിടെ താഴെയാണ് കാണുന്നുണ്ട്. അപ്പോൾ ഈ വീനെ നമ്മൾ മുകളിൽ കൊണ്ടുവെക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ V ഉണ്ട്, ഇവിടെയാണ്, ഈ റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. അപ്പോൾ മുകളിലുള്ള ഒരു ഡിജിറ്റ് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളത് ഇതൊന്നും കട്ടാവാതെ നമ്മൾ ഇത് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ചെയ്യുകയാണ്. ഇത് നമ്മൾ 3x3 നമ്മൾ കാണിച്ചതാണ് നവംബർ. ഓക്കെ, നവംബർ 25. ഇനി മുകളിൽ വരുന്നത് നമ്മൾ ട്യൂസ്ഡേ ആണ് അടിക്കേണ്ടത്. അപ്പോൾ ട്യൂസ്ഡേൻ്റെ THU, അതായത് എങ്ങനെയാണ് ഇതിൻ്റെ ഡേറ്റ്സ് നോക്കുക. ഇവിടെ ഡേ കാണിക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി THU തേഴ്സ്ഡേൻ്റെ ട്യൂസ്ഡേൻ്റെ ഇത് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസാണ് നമുക്ക് ഇവിടെ എത്തിക്കണം. അപ്പോൾ ഈ പീസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ കോർണറിൽ കൊണ്ടുവെക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് RD ചെയ്തിട്ട് ആ ട്യൂസ്ഡേൻ്റെ ട്യൂസ് നമുക്ക് ഇവിടെ കൊണ്ടുവച്ച്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ഡേ ഇവിടെ ഉണ്ട്. ഈ ഡേ നമുക്ക് ഇനി ഇവിടെ കൊണ്ടുവരണം. ഡേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ സെൻറ്റർ സെറ്റ് ചെയ്യും. അതാണ് നല്ലത്. ആദ്യം സെൻറ്റർ ചെയ്തിട്ട് സൈഡ് ചെയ്യും. അപ്പോൾ ട്യൂസ്ഡേ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ അവിടുന്ന് നമ്മൾ RD ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ട്യൂസ്ഡേ നവംബർ 25. ഓക്കെ, പക്ഷെ ഇവിടെ ഈ ഒരു സിമ്പിൾ ഇവിടെ ഒരു നമ്മുടെ സൺഡേൻ്റെ ഒരു ഇതാണ് വരുന്നത്. ഇത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ടു താഴെ ഒരു ഒഴിവായ പീസ് കൊണ്ടുവച്ചിട്ട് ക്യൂബിലിയൻ്റെ തന്നെ നമ്മൾ കൊണ്ടുവച്ച് അതും ചെയ്തു. ഓക്കെ, അപ്പോൾ ഡേറ്റ് സിമ്പിളായിട്ട് നവംബർ 25 ട്യൂസ്ഡേ ഇത് വന്നു.
അപ്പോൾ കലണ്ടർ ക്യൂബ് ഇതേപോലെയാണ് നമ്മൾ സോൾവ് ചെയ്യുക. അതിൽ ഏതോ ഡേറ്റ് ആണോ അത് ഏതെങ്കിലും ഒരു ഭാഗത്തോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഡെയിലി നമ്മൾ ഡേറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ സോൾവും കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ ഈ ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് ഈ സെൻറ്റർ ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. മീൻസ് സെൻറ്ററിലുള്ള പെട്ടപ്പോൾ ഏതാണോ മാസം അതിൻ്റെ ഷോർട്ട് ഫോം ഇവിടെ നോക്കുക. അപ്പോൾ ഏപ്രിലാണ് പി സെൻറ്ററിൽ പി സെറ്റ് ചെയ്യണം. ഓക്കെ. ഇപ്പം നവംബർ ആയതുകൊണ്ട് ഫസ്റ്റ് ഇവിടെ ഇത് സെറ്റ് ചെയ്യുക, പിന്നെ ഇത് സെറ്റ് ചെയ്യുക, സൈഡിൽ സെറ്റ് ചെയ്യുക. കാരണം നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരാൻ എളുപ്പമാണ്. സെൻറ്ററിലുള്ളത് നമുക്ക് കൊണ്ടുവരാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും സെൻറ്റർ സെറ്റ് ചെയ്യുക, ഇത് സെറ്റ് ചെയ്യുക, ബാക്കിയുള്ളത് സെറ്റ് ചെയ്യുക. അപ്പോൾ അതായിരിക്കും. ഇപ്പോൾ ഒരു ഡേറ്റും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നവംബർ 25 അല്ല നമുക്ക് വേണ്ടത്, 30 ആണ് വിചാരിക്കുക, 30 ആണ് വിചാരിക്കുക. 30 ആക്കണമെങ്കിൽ നമ്മൾ 3 എവിടെയാണോ ഉള്ളത് അത് അവിടെ കൊണ്ടുവരണം. അപ്പോൾ സെൻറ്ററിൽ 3 എവിടെയാണോ ഉള്ളത് നോക്കുക. അവിടെ ഒരു 3 കിടക്കുന്നുണ്ട്. ഇവിടെ 3 കൊണ്ടുവരണം. ഇവിടെ 3 കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു 3 കിടക്കുന്നുണ്ട്. ഈ 3നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് തിരിക്കുക. അപ്പോൾ 3 ഇവിടെ വന്നു. പിന്നെ ഇവിടെ 0 ആണ് വേണ്ടത്. 0നെ നമ്മൾ ആർ ഡി ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. ഓക്കെ. 30 എന്ന് പറഞ്ഞാൽ സൺഡേ ആണ് വരുന്നത്. നവംബർ 30 സൺഡേ ആണ് വരുന്നത്. സൺഡേൻ്റെത് അപ്പോൾ നമ്മൾ SUN നമ്മൾ എവിടെയാണോ നോക്കുക അവിടെ താഴെ കിടക്കുന്നുണ്ട്. ആ ഒരു പീസിനെ നമ്മൾ ഓക്കെ ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ. അപ്പോൾ സൺഡേ നവംബർ 30. അപ്പോൾ ഇതേപോലെ ലെയർ ആയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫേസ് മാത്രമേ നമുക്ക് സോൾവ് ആയി കിട്ടുള്ളൂ കലണ്ടർ ക്യൂബ്. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി നമ്മളെ ഡേറ്റ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്യൂബ് പോലെ ഡെയിലി ക്യൂബ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കലണ്ടർ ക്യൂബ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. ഫസ്റ്റ് നിങ്ങൾ സെൻറ്റർ ആണ് നോക്കേണ്ടത്, അതിനുശേഷം ഇതും നോക്കണം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ആകെ കുറച്ച് മൂവ്മെൻറ്റ്സേ ഉള്ളൂ സോൾവ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഇപ്പോൾ ഈ 2 ഡേറ്റ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് പഠിച്ചിട്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതൽ ക്യൂബ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.